പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥമാണ് വിശദീകരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള മജോറിറ്റി വീഡിയോകളും സാധാരണ സുവിശേഷകന്മാർ പറയുന്ന തരത്തിലുള്ള അധ്യാപനത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യം തന്നെ പല സുവിശേഷകരും വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇത് വിശദീകരിക്കുമ്പോൾ അതിൽ നിന്നുള്ളൊരു വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുമ്പുണ്ടാക്കിയിരിക്കുന്ന മിക്കവാറും വീഡിയോകളും അങ്ങനെയുള്ള ഒരു കാര്യം പഠിക്കാനുള്ളതായിട്ട് ഉണ്ടാകും. അതിൽ 99% അധ്യാപകന്മാരും പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. അവർ പറയുന്നത് രഹസ്യമായിട്ട് യേശുക്രിസ്തു വന്ന് വിശ്വാസികളെ എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ്. ബൈബിളിൽ ഒരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ വിശദീകരണം തുടങ്ങുകയാണ്. മത്തായി സുവിശേഷം 24:32 മുതൽ 34 വരെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്ത് നിന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ തന്നെ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിൽ ഇതൊക്കെയും സംഭവിക്കുവോളം എന്നുള്ളൊരു വാക്കുകൂടെ പറയുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അധ്യായത്തിൽ അനവധി കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ വരവടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ കഷ്ടങ്ങൾ എന്താണെന്നുള്ളത് 24 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ പറഞ്ഞിങ്ങനെ ജാതി ജാതിയോടെ എതിർക്കും, ജനം ജനത്തോടെ എതിർക്കും, അവിടെ ഇവിടെ ഭൂകമ്പങ്ങളും മഹാവ്യാധികളും കലഹങ്ങളും യുദ്ധങ്ങളും എല്ലാം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്ത്രീ പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് വേദന തുടങ്ങി പല ഘട്ടത്തിലായിട്ട് കൂടി അവസാനം കഠിന വേദനയോടുകൂടിയായിരിക്കും ഒരു കുട്ടിയെ പ്രസവിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവായിട്ടാണ് യേശു അവിടെ കമ്പയർ ചെയ്യുന്നത്. അവസാനം കഠിന വേദനയോടുകൂടി കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അപ്പോൾ വരുമെന്നർത്ഥം. അപ്പോൾ ഏറ്റവും വലിയ കഷ്ടത്തിൽ കൂടി കടന്നുപോയതിന് ശേഷം മാത്രമേ യേശുക്രിസ്തു വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ കഷ്ടങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് യേശുക്രിസ്തു വന്ന് വിശ്വാസികളെ എടുത്തുകൊണ്ട് പോകുന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കൽ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്തിയെ നോക്കി ഉപമ പഠിക്കാനാണ് പറയുന്നത്. അത്തി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഇനി വായിക്കാം. 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നതിന് ശേഷം ആ രാജ്യത്തിൻ്റെ GDP ഇക്കാലം വരെയും എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ GDP ഒന്ന് നോക്കാം. GDP per capita is a metric that breaks down a country's GDP per person and is calculated by dividing the GDP of a country by its population. Gross domestic product is the monetary value of all finished goods and services made within a country during a specific period. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും, അതുപോലെ തന്നെ സർവീസസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് റോഡ് സിസ്റ്റം, എയർ ട്രാവൽ, വാട്ടർ സപ്ലൈ സിസ്റ്റം, വേസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി, ഇതൊക്കെ അതിൽ പെടും. അതാണ് ഈ സർവീസസ് എന്ന് പറയുന്നത്. സർവീസസും ഫിനിഷ്ഡ് ഗുഡ്സും കൂട്ടി ആണ് ഈ GDP കണക്കാക്കുന്നത്. ഓരോ മനുഷ്യർക്കും കിട്ടാവുന്നതായിട്ടുള്ള സർവീസസുകളുടെ ആവറേജ് എടുക്കുന്നത് ഡോളറിൽ കണക്കാക്കിയാണ് GDP എടുക്കുന്നത്. അമേരിക്ക $70,000 ഒരു വർഷത്തിൽ. അത് ഇന്ത്യക്കാണെങ്കിൽ $2,200 ഒരു വർഷം. അത് ഇസ്രായേലിനാണെങ്കിൽ 2018 വരെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 35,000 അടുത്താണ്. അതല്ല, ഇപ്പോൾ അത് അതിനേക്കാൾ കൂടുതലാണ്. പിന്നെ അവിടെ ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന് ഇതാണ് ഏറ്റവും കൂടുതൽ. അത് ഈജിപ്ത് അതിലെ കുറവ്, ബാക്കിയെല്ലാം
ഇത്തരം ഗുണമില്ല. ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളും, ജോർഡാൻ, ലെബനൻ, സിറിയ, ഇതൊക്കെ മോശമാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അത്തിയാണെന്ന് പറഞ്ഞല്ലോ. അത്തി ഇവിടുന്ന് അങ്ങോട്ട് 1950 അവിടെ കാണിച്ചു. 1948 രാജ്യം സ്ഥാപിതമായത്. ഈ ഗ്രാഫിൽ നിന്നും 1948 മുതൽ അത്തി ഇസ്രായേൽ തളർത്തു, അതായത് അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് വ്യക്തമാണ്. 1948 അവസാന ദിവസം വരെ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മരണത്തിന് മുമ്പായിട്ട് യേശുക്രിസ്തു വരുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 1949 മുതൽ 2023 വരെ 75 വർഷങ്ങളാണ്. അതായത് ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആയുർദൈർഘ്യം 100 വർഷം എന്നെടുക്കുകയാണെങ്കിൽ 100 - 75 25 വർഷത്തിനുള്ളിൽ യേശുക്രിസ്തു വരും. അപ്പോൾ വളരെ എടുത്തിട്ടുണ്ടെന്നർത്ഥം. ഓസ്ട്രേലിയൻ മിലിറ്ററിയുടെ അടുത്ത കാലത്തെ ഒരു പഠനമനുസരിച്ച് 2050 വരെ മാത്രമേ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹൈ ലൈക്ലിഹുഡ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ കമ്മിങ് ടു എൻഡ് ബൈ 2050 റിപ്പോർട്ട് ഫൈൻഡ്സ്. താഴത്തെ എഴുതിയിട്ടുണ്ട്. ഓവർ കൺസർവേറ്റീവ് climate scenarios mean we would face world of outright chaos, says analysis authored by former fossil fuel executive and backed by former head of Australia's military. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 4-ാം മുദ്ര തുറന്നിരിക്കുന്ന സമയമാണ്. 5ഉം 6ഉം മുദ്രകൾ തുറക്കുകയും 1 മുതൽ 6 വരെയുള്ള കാഹളങ്ങൾ ഊതിക്കഴിയുകയും ചെയ്താൽ അന്തിക്രിസ്തു വെളിപ്പെടും. തുടർന്ന് അവൻ്റെ 7 വർഷ ഭരണത്തിൻ്റെ അവസാന ദിവസത്തിലാണ് യേശുക്രിസ്തു വരുന്നത്. വെളിപ്പാട് 19 വന്നത് അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നതിന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത വരവ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് വേറൊരു വരവില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതായത് 25 വർഷത്തിനുള്ളിൽ യേശുക്രിസ്തു വരുമെന്നാണ് ഇവിടെ എല്ലാ വിധത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ റിലേഷൻ ചാർട്ട് ഫേസ്ബുക്കിലിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും അതിലുണ്ട്. അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. വീഡിയോകളും ഉണ്ട്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.